വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രാമേഴ്സ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് 3 വേരിയബിൾസ് ഉള്ള ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന വിധത്തെക്കുറിച്ചാണ്. എക്സാമ്പിൾ നോക്കാം. a1x പ്ലസ് b1y പ്ലസ് c1z ഈക്വൽ ടു d1, a2x പ്ലസ് b2y പ്ലസ് c2z ഈക്വൽ ടു d2, a3x പ്ലസ് b3y പ്ലസ് c3z ഈക്വൽ ടു d3. ഈ തന്ന ഇക്വേഷൻസിൽ 3 വേരിയബിൾസ് ആണുള്ളത്. ഒന്ന് എക്സ്, വൈ, സെഡ് അടങ്ങുന്ന 3 വേരിയബിൾസ്. ഇനി നമുക്കിതിനെ സോൾവ് ചെയ്യണമെങ്കിൽ എ എക്സ് ഈക്വൽ ടു ബി എന്ന ഫോർമാറ്റ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. എ എന്ന മെട്രിക്സ്, ബി എന്ന മെട്രിക്സ് ഫസ്റ്റ് നമ്മൾ എടുത്തെഴുതണം. നോക്കാം. എ ഈക്വൽ ടു എ എന്ന മെട്രിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇക്വേഷൻസിലെ കോയിഫിഷ്യൻറ്റ് ഫസ്റ്റ് റോല്, സെക്കൻഡ് ഇക്വേഷൻസിലെ കോയിഫിഷ്യൻറ്റ് സെക്കൻഡ് റോല്, തേർഡ് ഇക്വേഷൻസിലെ കോയിഫിഷ്യൻറ്റ് തേർഡ് റോലാണ് നമ്മൾ എടുത്തെഴുതാൻ പോകുന്നത്. നോക്കാം. a1 b1 c1, a2 b2 c2, a3 b3 c3. ഓക്കെ, അപ്പോൾ എ എന്ന മെട്രിക്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ബി എന്ന മെട്രിക്സ് ബി ഈക്വൽ ടു d1 d2 d3 എന്താണോ നമുക്ക് ഈക്വൽ ടു തന്നത് അതായിരിക്കും ബി എന്ന മെട്രിക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എ എന്ന മെട്രിക്സും ബി എന്ന മെട്രിക്സും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ക്രാമേഴ്സ് റൂളിൻ്റെ ഇക്വേഷൻസ് നോക്കാം. എക്സ് ഫസ്റ്റ് വേരിയബിൾ ആണ് എക്സ്. എക്സ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് a1 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ. Then y equal to determinant of a2 divided by determinant of a. Z equal to a3 divided by determinant of a. അപ്പോൾ നമുക്കിവിടെ a1 എന്താണ്, a2 എന്താണ്, a3 എന്താണെന്നാണ് കിട്ടേണ്ടത്. നോക്കാം. a1 എന്ന് പറയുന്നത് എയുടെ ഒന്നാമത്തെ എ. നോക്കാം. അങ്ങനെ a1 എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കോളം ഇൻ്റർചേഞ്ചിങ് ദി ബി എന്ന മെട്രിക്സ്. അപ്പോൾ എ എന്ന മെട്രിക്സിൻ്റെ ഒന്നാമത്തെ കോളം ഇൻ്റർചേഞ്ച് ചെയ്താൽ d1 d2 d3, b1 b2 b3, c1 c2 c3. ഓക്കെ, a2 എന്ന് പറയുന്നത് a2 ഈക്വൽ ടു 2 ആണ്. a2 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കോളം ഇൻ്റർചേഞ്ചിങ് ദി ബി എന്ന മെട്രിക്സ്. അപ്പോൾ a1 a2 a3, d1 d2 d3, c1 c2 c3. ദെൻ a3 എന്ന് പറയുന്ന മെട്രിക്സ് a3 ഈക്വൽ ടു മൂന്നാമത്തെ കോളം ഇൻ്റർചേഞ്ച് ചെയ്യണം. അപ്പോൾ a1 a2 a3, b1 b2 b3, d1 d2 d3. ഓക്കെ, അപ്പോൾ നമുക്ക് a1 എന്ന മെട്രിക്സ്, a2 എന്ന മെട്രിക്സ്, a3 എന്ന മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ a1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കോളം ഇൻ്റർചേഞ്ച്, a2 എന്ന് പറയുമ്പോൾ എ എന്ന മെട്രിക്സിൻ്റെ സെക്കൻഡ് കോളം ഇൻ്റർചേഞ്ച് ചെയ്യും, a3 എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ കോളം ഇൻ്റർചേഞ്ചിങ് ദി ബി എന്ന മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി? a1ൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക ഡിവൈഡഡ് ബൈ എയുടെ ഡിറ്റർമിനൻറ്റ്. y എന്ന് പറഞ്ഞാൽ a2യുടെ ഡിറ്റർമിനൻറ്റ് ഡിവൈഡ് ബൈ എയുടെ ഡിറ്റർമിനൻറ്റ്. z എന്ന് പറയുമ്പോൾ a3യുടെ ഡിറ്റർമിനൻറ്റ് ഡിവൈഡഡ് ബൈ എയുടെ ഡിറ്റർമിനൻറ്റ്. എക്സാമ്പിൾ നോക്കാം. -2x plus 3y plus z equal to 1, x plus 2y minus 3z equal to 4, x minus y plus 4z equal to 5. ഇവിടെ 3 വേരിയബിൾസ് ആണുള്ളത്, എക്സ് വൈ സെഡ്. നമുക്ക് ഇനി എ എന്ന മെട്രിക്സും ബി എന്ന മെട്രിക്സും എടുത്തെഴുതാം. എ ഈക്വൽ ടു എ എന്ന മെട്രിക്സ് -2 3 1 1 2 -3 1 -1 4. ബി എന്ന മെട്രിക്സ് ബി ഈക്വൽ ടു 1 4 5. ഫസ്റ്റ് ഇക്വേഷൻസിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് ഫസ്റ്റ് റോല്, സെക്കൻഡ് ഇക്വേഷൻ്റെ കോയിഫിഷ്യൻ്റ് സെക്കൻഡ് റോല്, തേർഡ് ഇക്വേഷൻസിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് തേർഡ് റോല് എടുത്തെഴുതിയിരിക്കുന്നത്. ബി എന്ന മെട്രിക്സ് നമുക്ക് ഈക്വൽ ടു കിട്ടിയത് എന്താണോ അത് നമ്മൾ എടുത്തെഴുതി. നോക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇക്വേഷൻസ്. എക്സ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് a1 ഡിവൈഡഡ് ബൈ എ, y equal to determinant of a2 divided by determinant of a. Then z equal to determinant of a3 divided by determinant of a.
അപ്പോൾ നമുക്ക് A1 A2 A3 ആണ് അടുത്തത് കിട്ടേണ്ടത്. നോക്കാം. A1 എന്ന് പറയുമ്പോൾ എ എന്ന മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം ഇൻ്റർചേഞ്ച് ചെയ്യണം ബി എന്ന മെട്രിക്സുമായിട്ട്. അപ്പോൾ 1 4 5 3 2 -1 1 -3 4. അടുത്തത് A2 എന്ന് പറയുന്ന മെട്രിക്സ്. A2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് കോളം ഇൻ്റർചേഞ്ച് ചെയ്യണം ബി എന്ന മെട്രിക്സുമായിട്ട്. അപ്പോൾ -2 1 1 1 4 5 1 -3 4. A3 എന്ന് പറയുന്നത് A3 മെട്രിക്സ് തേർഡ് കോളമാണ് ഇൻ്റർചേഞ്ച് ചെയ്യേണ്ടത്. തേർഡ് കോളം ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ -2 1 1 3 2 -1 1 4 5. ഇപ്പം നമ്മൾ A1 A2 A3 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ 4 മെട്രിക്സിൻ്റെയും ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചാൽ മതി. നോക്കാം. ഡിറ്റർമിനൻറ്റ് ഓഫ് A = -2 2 × 4 8 -3 -3 × 4 -3 plus 1 into -1 -2 equal to -2 into 8 -3 5 -3 into 4 plus 3 7 plus 1 into -1 -2 -3 equal to -10 -21 -3 equal to -34. അപ്പോൾ നമുക്ക് ഡിറ്റർമിനൻറ്റ് ഓഫ് A = -34 എന്ന് കിട്ടി. ദെൻ ഡിറ്റർമിനൻറ്റ് ഓഫ് A1 എന്ന് പറയുമ്പോൾ 1 × 2 × 4 8 -3 -3 × 4 × 4 16 -15 plus 1 into -4 -10 equal to 1 into 8 -3 5 -3 into 16 plus 15 31 plus 1 into -14 equal to 5 -93 -14 equal to 102. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിറ്റർമിനൻറ്റ് ഓഫ് A1 കിട്ടി. നമുക്കിവിടെ എടുത്തെഴുതാം. ഡിറ്റർമിനൻറ്റ് ഓഫ് A = നമുക്ക് കിട്ടിയത് -34 ആണ്. ഡിറ്റർമിനൻറ്റ് ഓഫ് A1 കിട്ടിയത് നമുക്ക് -102 ആണ്. അടുത്ത് നമുക്ക് A2 ആണ് കണ്ടുപിടിക്കേണ്ടത്. A2 എന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് നോക്കാം. ഡിറ്റർമിനൻറ്റ് ഓഫ് A2 = -2 × 4 × 4 16 -15 -1 × 4 -3 plus 1 × 5 -4 equal to -2 × 31 -1 × 7 plus 1 × 1 equal to -62 -7 plus 1 equal to -68. അപ്പോൾ നമുക്ക് അടുത്ത കിട്ടി. ഡിറ്റർമിനൻറ്റ് ഓഫ് A2 = -68. Determinant of A3 = -2 × 5 × 2 10 -4 -3 × 5 -4 plus 1 × -1 -2 equal to -2 × 10 plus 4 14 -3 × 1 plus 1 × -3 equal to -28 -3 -3 equal to -34.
അപ്പോൾ നമുക്ക് ഡിറ്റർമിനൻറ്റ് ഓഫ് A3യും കിട്ടി. A3 ഈക്വൽ ടു -34. ഇനി നമുക്ക് ആൻസറിലേക്ക് പോവാം. എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് ഓഫ് A1 ഡിവൈഡഡ് ബൈ A ആണ്. അപ്പോൾ നമുക്ക് A1 കിട്ടിയത് -102 ഡിവൈഡഡ് ബൈ -34 ഈക്വൽ ടു 3. y ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് A2 ഡിവൈഡ് ബൈ A ആണ്. A2 കിട്ടിയത് -68 ഡിവൈഡ് ബൈ -34 ഈക്വൽ ടു 2. z ഇസ് ഈക്വൽ ടു z എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് ഓഫ് A3 ഡിവൈഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് A ആണ്. അപ്പോൾ നമുക്ക് -34 ഡിവൈഡഡ് ബൈ -34 ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. x ഈക്വൽ ടു 3, y ഈക്വൽ ടു 2, z ഈക്വൽ ടു 1.